എന്നും സ്കൂൾ വിട്ട് വരുന്ന നേരത്തിന് അരുണിനെ കണ്ടില്ല. അരുണിൻ്റെ അച്ചമ്മ പരവേശത്തോടെ ഇങ്ങനെ വീടിൻ്റെ വരാതിൽ നിന്ന് റോഡിലോട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ അരുൺ വരുവാൻ താമസിക്കുന്നു. എന്താണെന്ന് കാര്യം അറിയത്തില്ല. ശ്രീകുമാർ ഇതുവരെ വന്നിട്ടില്ല വീട്ടിൽ. ശ്രീകുമാർ ജോലി കഴിഞ്ഞ് വരേണ്ട സമയമാകുന്നേ ഉള്ളൂ. അച്ചമ്മയ്ക്ക് ആകെപ്പാടെ പരവേശമായി, അങ്കലാപ്പായി. പെട്ടെന്ന് ശ്രീകുമാറിനെ വിളിച്ച് പറഞ്ഞു, മോനെ, കുഞ്ഞിതുവരെ സ്കൂൾ വിട്ട് വന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ മണി 5:30 കഴിഞ്ഞല്ലോ. മറ്റേ അവൻ സ്കൂൾ വിട്ട് അവനെ വരുന്നതല്ല. ശ്രീകുമാർ പെട്ടെന്ന് വന്നിട്ടും അരുൺ വന്നിട്ടില്ല. ശ്രീകുമാർ പലരോടും ചോദിച്ചു. അരുണിനെ കണ്ടവരായിട്ട് ആരും പറഞ്ഞില്ല. ശ്രീകുമാറിൻ്റെ ഭാര്യ ശ്രീകുമാറിൽ നിന്ന് വേർപെട്ട് പോയിട്ട്, അല്ലെങ്കിൽ അകന്ന് പോയിട്ട്, അല്ലെങ്കിൽ ശ്രീകുമാറിനെ വിട്ടു പോയിട്ട് 7 വർഷമായി. കാരണം അതിന് ശ്രീകുമാറിൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ അകലെയുള്ള വാസുദേവനുമായിട്ട് ഈ ശ്രീകുമാറിൻ്റെ ഭാര്യ വനജയ്ക്ക് ഒരടുപ്പമുണ്ടായിരുന്നു. ശ്രീകുമാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ശാന്തശീലനും നല്ല സ്വഭാവമുള്ളവരും, നാട്ടുകാർക്കൊക്കെ വളരെ കാര്യമാണ്. കാരണം അവരുടെ വീട്ടിൽ നല്ല സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് സുഖമായിട്ട് കഴിയുകയായിരുന്നു. പക്ഷേ വനജയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ആർഭാടമാകുന്ന രീതിയിലുള്ള ജീവിതമാണ് അവർ ആഗ്രഹിച്ചത്. ശ്രീകുമാറിൽ നിന്ന് അങ്ങനെ കിട്ടാൻ വന്നപ്പോൾ ശ്രീകുമാരുമായിട്ട് ഒത്തുപോകുവാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാസുദേവനെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ പരിചയപ്പെടുന്നതും. ആ പരിചയം ഒടുവിൽ പ്രണയമായിട്ട് മാറി. വാസുദേവന് സാമ്പത്തിക ശേഷിയുള്ളവരാണ്, തന്നെയല്ല സ്വന്തമായിട്ട് കാറുണ്ട്. വാസുദേവൻ വിവാഹം കഴിച്ചിട്ടില്ല. വീട്ടിൽ മറ്റുള്ള ചുറ്റുപാടിലൊക്കെ ഉണ്ട്. അപ്പം ജീവിക്കുവാനും തന്നെയല്ല തൻ്റെ ഇഷ്ടത്തിന് ഒരുങ്ങി നടക്കുവാനൊക്കെയും വനജയ്ക്ക് അവിടെ സാധിക്കും നമുക്ക് മനസ്സിലായി. അങ്ങനെ വാസുദേവനായിട്ടുള്ള അടുപ്പം കൂടിക്കൂടി വന്നു. ഒടുവിൽ വിവരം പറഞ്ഞപ്പോൾ ശ്രീകുമാർ അതിനെ വിലക്കി, അതിനെ ചോദ്യം ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ എപ്പോഴും വഴക്കായി, വക്കാണമായി. ഒടുവിൽ കരയോക്കാരിടപെട്ടു, നാട്ടുകാരിടപെട്ടു, വീട്ടുകാരും ബന്ധുക്കളൊക്കെ ഇടപെട്ടിട്ടും വനജയ്ക്ക് യാതൊരു മാറ്റവും വന്നില്ല. ഒടുവിൽ പറഞ്ഞു, എനിക്ക് ഈ മനുഷ്യനെ വേണ്ട, ഞാൻ വാസുദേവനോട് ജീവിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒടുവിൽ കോടതിയിൽ വെച്ച് അവർ ബന്ധം വേർപെട്ടു, അവർ ബന്ധം പിരിഞ്ഞു. അപ്പോൾ ശ്രീകുമാർ പറഞ്ഞു, എൻ്റെ മകനെ എനിക്ക് വേണം. ഒടുവിൽ ശ്രീകുമാറിൻ്റെ ആവശ്യപ്രകാരം മകനെ ശ്രീകുമാറിന് വിട്ടു നൽകാൻ കോടതി ഉത്തരവായി. അങ്ങനെ ശ്രീകുമാറിൻ്റെ കൂടാണ് മകൻ അരുൺ താമസിക്കുന്നത്. അരുണ് ദിവസവും സ്കൂളിൽ പോയിട്ട് അരുണിപ്പം 12 വയസ്സുണ്ട്. അരുണിനെ 5 വയസ്സുള്ളപ്പോഴാണ് അമ്മ വിട്ടു പോകുന്നത്. എന്നാൽ തൻ്റെ കുഞ്ഞിനെ അമ്മയില്ലാത്ത ആ ദുഃഖം അറിയിക്കാതെ ശ്രീകുമാർ വളർത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വാസുദേവൻ്റെ കൂടെ പോയ വനജ അവർക്ക് ഇഷ്ടമുള്ള രീതികൾ അവർ ജീവിക്കാം. കാരണം ആർഭാടമാകുന്ന രീതികൾ വസ്ത്രം ധരിച്ച് നല്ല ആഭരണങ്ങൾ ധരിച്ചൊക്കെ അവർക്ക് കാറിൽ കയറി യാത്ര, അതാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അവൾക്ക് അവിടെ കുഞ്ഞിൻ്റെയോടോ അല്ലെ അവിടെ ഭർത്താവിനോട് ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞുകൊണ്ടാണ് അവൾ വാസുവിനോട് പോയത്. അപ്പോൾ ഈ കുഞ്ഞ് പ്രായമായി കഴിഞ്ഞപ്പോൾ അവന് അമ്മയെ കാണുന്നുള്ള ആഗ്രഹത്തിൽ പേരിൽ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അവന് അമ്മയെക്കുറിച്ച് മനസ്സിലായി. അവൻ വല്ലപ്പോഴൊക്കെ അമ്മയെ കാണുവാൻ വേണ്ടി ആ വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മയെ കണ്ട് അവിടുന്ന് അമ്മ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അത് കഴിച്ചിട്ട് അവൻ വീട്ടിൽ വരുള്ളൂ. അത് ശ്രീകുമാർ അറിയാമായിരുന്നു. ശ്രീകുമാർ അത് വിലക്കില്ല. കാരണം അമ്മയെ കാണുവാനുള്ള ഒരു മകൻ്റെ ആഗ്രഹത്തെ താൻ ചോദ്യം ചെയ്യുന്നില്ല, താനത് വിലക്കുന്നില്ല എന്ന് ശ്രീകുമാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ അരുണിൻ്റെ ശ്രീകുമാറിൻ്റെ വനജയുടെ മകൻ അവിടെ ചെല്ലുന്നത് ഈ വാസുദേവന് അത്ര താല്പര്യമല്ലായിരുന്നു. കാരണം കുഞ്ഞവിടെ ചെന്ന് കഴിഞ്ഞാൽ വാസുദേവനിൽ നിന്ന് വനജ വീണ്ടും അകന്നു പോകുമോ എന്നുള്ളതാകുന്ന കുഞ്ഞിനുള്ള സ്നേഹക്കൂടുകൊണ്ട് വാസുദേവനെ വിട്ട് അകന്നു പോകുമെന്നുള്ള ഒരു ചിന്ത വാസുദേവൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് വാസുദേവൻ പല പ്രാവശ്യം ആ നീരസം, ആ ഇഷ്ടക്കേട് അവിടെ പ്രകടിപ്പിച്ചു. കുഞ്ഞവിടെ വരുന്നത് അരുൺ അവിടെ വരുന്നത് വാസുദേവൻ ഇഷ്ടമല്ലാത്ത രീതി കൂടി വനജയുമായിട്ട് സംസാരിച്ചു. അങ്ങനെ വനജയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അതൊരു ഇഷ്ടക്കേടുണ്ടായി. അങ്ങനെ പല പ്രാവശ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ഈ വനജ തീരുമാനിച്ചു, തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ആഗ്രഹപ്രകാരം ഉള്ളൊരു ജീവിതം തനിക്ക് അത് ചിലപ്പോൾ ഇല്ലാതായി പോകും തൻ്റെ മകൻ്റെ ഇവിടുത്തെ വരവ് കാരണം. അതുകൊണ്ട് തൻ്റെ മകൻ ഇനി ഇവിടെ വരരുത്, ആ വരവിനെ താൻ വിലക്കണം. അതിനെന്താണ് മാർഗം? അങ്ങനെ അവിടുത്തെ ഒരു തീരുമാനം എടുത്തവൾ മകൻ്റെ അവിടുത്തെ വരവ് ഇല്ലാതാക്കുക. അങ്ങനെയാണ് അന്ന് അരുണ് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മയെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പം മകൻ ചിലപ്പം വരികയാണെങ്കിൽ മകൻ്റെ വരവും കാത്ത് വനജ അതിനെ തീരുമാനിച്ച് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അരുൺ അവിടെ കടന്നു വന്നു, അമ്മയെ കണ്ടു. അമ്മയെ കണ്ട സ്നേഹത്തോടെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ വാ മോനെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയി. പക്ഷേ അകത്തോട്ട് പോയി
അകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ വനയുടെ ആ തനി സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു. അവൾ തോളിൽ കിടന്ന ഷാൾ എടുത്ത് അരുണിൻ്റെ കഴുത്തിന് വരിഞ്ഞു മുറുക്കി. തനിക്ക് തടസ്സമായിരിക്കുന്ന തൻ്റെ മകനെ അവിടെ ഇല്ലായ്മ ചെയ്യായിരുന്നു അവൾ. അവിടെ കയ്യിൽ കിടന്ന് ആ പിഞ്ചു കുഞ്ഞ് പിടച്ചു. അവസാനം അവിടെ കയ്യിൽ കിടന്ന് ആ പിടച്ചിൽ നിലച്ചു. അങ്ങനെയാണ് അരുണൻ വരാൻ താമസിക്കുന്നത് കൊണ്ട് ആ അരുണിൻ്റെ അച്ഛമ്മ കാത്തിരുന്ന് ശ്രീകുമാരനെ വിളിച്ചു വരുത്തിയത്. നാട്ടുകാർ മൊത്തം അറിഞ്ഞു, എല്ലാവരും തിരക്കി. അവസാനം ആരോ പറഞ്ഞു അരുണ് അമ്മയെ കാണുവാൻ വേണ്ടി അവിടോട്ട് പോകുന്നത് കണ്ടു. അതിൻ്റെ പുറകാലെ പോയി പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വനജയെ വിളിച്ച് ചോദ്യം ചെയ്തു. വനജ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവസാനം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അവൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ, അവൾക്ക് നിൽക്കാൻ നിലയില്ലാതെ അവസാനം അവൾ ഏറ്റു പറഞ്ഞു. എന്തുവാ, അരുണിനെ അവൾ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊന്നിട്ട് അവൾ അകത്തെ മുറിയിലിട്ടു. സന്ധ്യയായപ്പോൾ വീടിൻ്റെ പുറകുവശത്ത് ഇട്ടിരുന്ന കരിയില കമ്പും വിറകും അവിടെ കൂട്ടിയിട്ട് അവൾ തീയിട്ടു. എന്നിട്ട് ഈ സന്ധ്യയായപ്പോൾ ആരും കാണാതെ ഈ അരുണിനെ വലിച്ചു കൊണ്ടുപോയി ഇതിൻ്റെ അരുണിൻ്റെ മണ്ടയ്ക്ക് ഈ വിറകും ഈ കരിയിലയും ഈ ചപ്പും കാടും എല്ലാം പറക്കിയിട്ട് അവൾ തീ കൊടുത്തു. നോക്കി, ഒരു അമ്മയുടെ ഒരു മകനുള്ളതെന്ന ആ പ്രവൃത്തി എത്ര ഭയങ്കരമാണ്. എത്ര മനസാക്ഷി ഇല്ലാത്തവരും അങ്ങനെ ചെയ്യുമോ അറിയത്തില്ല. ഒടുവിൽ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തു. വനജ ഇന്ന് ജയിലിലാണ്. സ്വന്തം മകനെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി സ്വന്തം മകനെ ആ കൈ കൊണ്ട് ഞെരിച്ചു കൊന്നാൽ ആ കാട്ടാള സ്ത്രീയെ എന്താണ് ചെയ്യേണ്ടത്? ലോകം അവളെ എങ്ങനെ